ഫ്രണ്ട്സ്, ഇന്ന് മൺഡേ അല്ലേ? എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അവിടെ എത്രയാണ് സമയം? ഇവിടെ ഇപ്പം 2:30 ആയി. ഇപ്പം ഞാനൊരു ഷോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ കൂടത്തെ എനിക്ക് സ്കൂളിലും പോകണം, കൊച്ചിനെയും കൊണ്ടുവരണം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി നിങ്ങളോടൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുക എന്ന് വിചാരിച്ചു. അത്യാവശ്യം മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ ചാറുന്നുണ്ട്. ഞാൻ കുടയൊക്കെ പിടിച്ച് മാസ്കും വെച്ച് കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഫോണും പിടിച്ചോട്ട്. ഫോണൊക്കെ നനയുണ്ട്. എന്നാലും റിസ്ക് എടുത്തിട്ട് ഞാനിത് പിടിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഇഷ്ടമുള്ളൊരു മരമാണ് കേട്ടോ അത്. രസമല്ലേ കാണാൻ? ഞാൻ ഓസ്ട്രേലിയ വിട്ടു പോയാലും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ടൂറിസ്റ്റ് വിസ എടുത്ത് വീഴുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഈ നാടുമായിട്ടുള്ള ബന്ധം 100% അങ്ങനെ അറുത്തു മുറിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സീനൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്തു. മിസ്സായിപ്പോൾ. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ പണി കിട്ടും. നമ്മുടെ മിസ്റ്റേക്കാണെങ്കിൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങി. പക്ഷേ ഇങ്ങനെ പൂത്ത് വന്നിട്ട് എപ്പോഴാണ്? സെപ്റ്റംബറിലല്ലേ ഓണം വരുന്നത്? ഓക്കെ, ജൂലൈ ഒക്കെ ആവാറായില്ലേ? ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കിട്ടും. കുറച്ചല്ലേ നല്ലോണം പൂക്കളുണ്ടാവാറുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മ വരാത്തത്. നല്ലോണം പൂക്കൾ പറിച്ചെടുക്കാൻ കിട്ടാറുണ്ട്. ഇഷ്ടംപോലെ ഞാൻ രാവിലെ നടന്ന് ഇഷ്ടംപോലെ പൂക്കൾ പറിച്ച് ഇടും. പിന്നെ ഇന്നലെ ഞാൻ നൈറ്റ് കുറച്ച് ടയേർഡായി നേരത്തെ കിടന്നുറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 7-8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങി തോന്നുന്നുണ്ട്. ഉറങ്ങിയിട്ടൊന്ന് രാവിലെ 5:30 ആകുമ്പോഴാണ് എഴുന്നേറ്റ്. എന്താണെന്നറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കും അതെ. രാവിലെ കുറച്ച് കിച്ചൺ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഇതാണ് ലെമണാണ് കേട്ടോ. ലെമൺ, പല കളറിലുള്ള ലെമൺ ഒരേ മരത്തിൽ തന്നെ ഒരേ ചെടിയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. എന്തൊക്കെ അത്ഭുതം അല്ലേ? എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നിത്തിരി ടയേർഡായിരുന്നു. രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയത്? ഞാൻ രാവിലെ ഇന്ന് അപ്പമായിരുന്നു. അപ്പം കടലക്കറി ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ രസമാണ് ഇന്ന് ഉണ്ടാക്കിയ. കാര്യമായിട്ട് കറികളൊന്നും ഇല്ലായിരുന്നു. രസം, പിന്നെ പച്ചക്കായൊക്കെ ഇവിടെ കിട്ടും. അപ്പം പച്ചക്കായ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പിന്നെ കുറച്ച് കറികളൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പിന്നെ അഡ്ജസ്റ്റാക്കി. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് കിച്ചൺ വർക്കും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് രാവിലെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ടിഫിനും സാൻഡ്വിച്ചൊക്കെ ആക്കി കൊടുത്ത് പിന്നെ കുറച്ച് കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ലേശം ക്ഷീണമായി. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് ന്യൂസൊക്കെ നോക്കി. ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് നോക്കും, കാരണം യൂട്യൂബിൽ ന്യൂസ് നോക്കിക്കൊണ്ടിരുന്നാൽ അതേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം എനിക്ക് സമയം പോകുന്നതായിരുന്നു ഇവിടെ. അപ്പം ഞാൻ യൂട്യൂബ് നോക്കാതെ ന്യൂസിൻ്റെ കാര്യമാണ്. ഒരു ന്യൂസ് കണ്ടാൽ പിന്നെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചുമ്മാ ഫേസ്ബുക്കൊക്കെ തുറന്ന് നോക്കി എന്താ വിശേഷം. നമ്മുടെ അടുപ്പമുള്ള ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂസ് അപ്ഡേഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ പോസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പം
കാണുന്നത്. ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലും ന്യൂസ് കാണുമ്പോഴാണോ ഇതെന്താ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ യൂട്യൂബ് നോക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കി. കുറച്ച് നേരം നോക്കിയപ്പോൾ ഞാൻ ½ ആയി. അമ്മോ, ഇത്രയും സമയമൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്കാണ് പോകേണ്ട കാര്യം സമയമായത്. എന്നിട്ട് താഴെ പോയി പെട്ടെന്ന് ഫുഡ് എടുത്തെല്ലാം ചോറും കറികളൊക്കെ വിളമ്പി ചൂടാക്കി കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ബിരിയാണി നേരത്തെ ഉണ്ടായിരുന്നു, ഒരു ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് ചൂടാക്കി കഴിച്ചു. എന്നിട്ട് പിന്നെ ഷോപ്പിലോട്ട് പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. 1-2 ഐറ്റംസേ ഉള്ളൂ. ഓൾറെഡി പർച്ചേസിങ് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇവിടെ ചെയ്ത് വെച്ചിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഐറ്റംസ് മിസ്സിങ് ഉണ്ട്. അത് മേടിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം നടക്കാനുള്ളതേ ഉള്ളൂ സൂപ്പർ മാർക്കറ്റിലോട്ട്. അതാ ഞാൻ ബസ് കയറുന്നുണ്ടല്ലോ. ബസ് കയറി വരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ട് നടന്നാൽ സ്കൂളായി. സ്കൂളിൽ നിന്ന് എനിക്ക് മോളെയും കൊണ്ടുവരാം. ഞാൻ കുറച്ച് നടന്നു കഴിയുമ്പോൾ എനിക്ക് കിതയ്ക്കുന്നൊരു പ്രശ്നമുണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആ ഒരു കിതയ്ക്കുന്ന സൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇപ്പം അങ്ങനെയാണോ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി അതെന്തെങ്കിലും അബ്നോർമാലിറ്റി ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്കിങ്ങനെ ഇപ്പം ഉണ്ട്. ആ ബ്രീത്തിങ് അത്ര ശരിയല്ലാന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, എനിക്കറിയില്ല. ഇപ്പോൾ മുമ്പ് അങ്ങനെ ഉണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് എനിക്കങ്ങനെ, ഞാനിപ്പം ഈ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക്, വോയിസ് കേൾക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലാവണം ഞാൻ ഇത്രയ്ക്ക് കിതയ്ക്കുന്നുണ്ടോ. ഇത് നമ്മുടെ അതേ ഏരിയ തന്നെയാണ്. ഞാൻ ബസ് കയറാൻ പോയില്ലേ, അവിടെ ആ ഏരിയ തന്നെയാണ്. ഇനി ആ സൂപ്പർ മാർക്കറ്റിനകത്ത് നമുക്ക് വീഡിയോ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി എൻ്റെ ഫോണും പറയുന്നുണ്ട് മെമ്മറി ഇല്ല, ഇനി നിങ്ങളധികം വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യണം? എന്തായാലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കട്ട് ചെയ്തും ഫോണൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഫോണൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. ഞാൻ പിന്നെ അത് ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഒരു വലിയ കോംപ്ലക്സ് ഒന്നുമല്ല, ചെറിയ കോംപ്ലക്സാണ്. ഇതിനും വലിയ കോംപ്ലക്സുകൾ ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഗ്രോസറീസ് വാങ്ങിക്കാനുള്ളത് വൂൾവർസിനാണ്. അതാണ് ഞങ്ങൾ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഈ ഷോപ്പിലാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വരാറുള്ളത് മിക്കവാറും. കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിച്ചതാണ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും. ഞാൻ കുറച്ച് പർച്ചേസിങ് എല്ലാം ചെയ്യട്ടെ, അതിനുശേഷം തിരിച്ചു വരാം. എനിക്ക് പാസ്ത സോസും ചീസ് സോസും ആണ് വേണ്ടിയിരുന്നത്. പിന്നെ കുറച്ച് മീൻസ് ഞാനതെല്ലാം സെർച്ച് ചെയ്ത് നടക്കുകയാണ്.
അങ്ങനെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞിട്ട്, ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, 1-2 സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ നെഫ്യൂൻ്റെ സ്കൂളിലോട്ട് പോവാണ്. മഴ ഒരു ലേശം ശമിച്ച് നിൽക്കുന്നുണ്ട്, എന്നാലും എപ്പോൾ വേണമെങ്കിലും അത് പെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണേക്കുവാണ് ഫുട്പാത്തിൽ. ഇവർ ക്ലീൻ ചെയ്യുന്നതാണ്, പക്ഷെ ഇപ്പം വെരി ഹാർഡ് ടു ക്ലീൻ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. വെള്ളമൊക്കെ ആയി നനഞ്ഞ് പറ്റിയിരിക്കുകയാണ്. ഇവിടുന്നൊരു 5-6-7 മിനിറ്റ്സിനേക്കാൾ കൂടുതലുണ്ട് സ്കൂളിലോട്ട്. സ്കൂൾ വിടുന്നതിനേക്കാളും മുമ്പ് അവിടെ എത്തുക എന്നുള്ളതാണ് ടാർഗറ്റ്. നടക്കുമെന്ന് അറിയില്ല. ലേറ്റ് ആയാൽ തന്നെ വെയിറ്റ് ചെയ്തോളൂ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യണം. അവരുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ലേറ്റ് ആവേണ്ട കാര്യമില്ല. ഐ എം ഓൺ ടൈം. ഈ ലീഫ് കണ്ടില്ലേ? ഈ ലീഫിൻ്റെ നമ്മൾ പല സീനറികളിലും കണ്ടിട്ടുണ്ട്. ഈ ലീഫ് വീണ് കിടക്കുന്നത് മരങ്ങളും ഇതാണ് ആ മരം, നല്ല ഭംഗിയിൽ. അപ്പോൾ ഈ ലീഫ് വീണ് കിടക്കുന്ന പല സീനറികളിലൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇത് ചിത്രം വരച്ച് വെച്ചേക്കുന്നതാണ്, ഒറിജിനലാണ്, ഇത്ര ഭംഗിയാണോ ഇലകളൊക്കെ വീണെടുക്കുന്ന കാണാമെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊന്നും അന്ന് ചിത്രം വരച്ച് വെച്ചേക്കുന്നല്ലായിരുന്നു, ഒറിജിനൽ സീനറി ഫോട്ടോസ് എടുത്താണ്. കണ്ടോ, നല്ല ഗോൾഡൻ കളറിലാണ് ഇലകളൊക്കെ വീണെടുക്കുന്നത്. ഒരു ബ്ലൂമിയാട്ടോ, ആരും പുറത്തിറങ്ങിയിട്ടില്ല. അല്ലെങ്കിലും അതിവിടെ ആൾക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് തിരക്കൊന്നും ഇവിടെയൊന്നും കാണാൻ പറ്റില്ല. നമ്മളെപ്പോലെ ചെറിയ ചെറിയ കടകളും എല്ലായിടത്തും ആൾക്കാരും തിരക്കായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഞാനിവിടെ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു വലിയ സിറ്റിയിൽ പോവുകയാണെങ്കിൽ തന്നെയും എല്ലാവരും റെസ്റ്റോറൻറ്റിനകത്തും ആയിട്ട് അധികം റോട്ടിലൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും വണ്ടിയിലാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. കാൽനട യാത്രയൊക്കെ വളരെ കുറവാണ്, പെഡസ്ട്രിയൻസ് ഉണ്ട്. അത് ഞാൻ കോളേജിൽ പോകുന്ന ബസ്. ടൈമിങ് വ്യത്യാസമുണ്ട്. സെയിം റൂട്ട് ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഈ ബസ്സിൽ വേണമെങ്കിലും പോവാം, പക്ഷേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് ദൂരം സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷമൊക്കെ? ഇവിടെ മഴയാണോ? നാട്ടിൽ മഴയാണോ? ഇന്നത്തെ പുതിയ ന്യൂസുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ സ്കൂളിൽ പോകണവരെയും ഓഫീസിൽ പോകണവരെയൊക്കെ റെഡിയാക്കി വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ടയേർഡായി പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ ഷോപ്പിൽ വന്നു. പിന്നെ വന്നിട്ട് മുള കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പോയിട്ട് എന്താണെന്നറിയില്ല, കുറച്ച് പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും ചെയ്യും. ലോൺ വേണോ? എനിക്ക് വേണ്ട, വേണ്ട ലോൺ വേണ്ട. ലോൺ നമ്മൾ എടുത്താൽ മാത്രം പോരാല്ലോ, അങ്ങനെ അത് അടച്ചു തീർക്കുമെന്നുള്ള ഒരു മാർഗം കണ്ടിട്ട് വേണ്ടേ എടുക്കേണ്ടത്. എവിടെയെങ്കിലും പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മുഴുവൻ നമ്മൾ ചാടിക്കയറി ലോൺ എടുത്തിട്ട് അവസാനം കൈയും കാലം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇപ്പം എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ
അങ്ങനെ ആവശ്യം കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങണമെന്നുണ്ടെന്ന് സ്വന്തമായിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് പക്ഷെ അതിന് ലോൺ എടുത്തിട്ട് മേടിക്കണമെന്ന് ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. കുറച്ച് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക, കുറേശ്ശെ സേവ് ചെയ്യുക, എന്നിട്ട് പിന്നെ നമുക്ക് പ്രോപ്പർട്ടിയോ ഗോൾഡോ എന്ത് വേണമെങ്കിലും കുറേശ്ശെ സേവ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതാണ്. പിന്നെ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ കുറച്ച് ലോൺ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അഥവാ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്തിട്ട് തിരിച്ചടയ്ക്കാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊരു തെറ്റല്ലല്ലോ, അതൊരു കുഴപ്പമില്ല കാര്യമല്ലല്ലോ. അത്രയും നമുക്ക് കോൺഫിഡൻസ് ഉള്ള ബിസിനസ്സായിരിക്കണം. നമ്മൾ ശരിക്കും പഠിച്ചിട്ട് ചെയ്യണം. ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും പഠിച്ചിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമാണല്ല. ഒരാളത് ചെയ്തു, അത് സക്സസ്സായി, ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പോലെയല്ല. അങ്ങനെ നമ്മൾ ചാടി ഇറങ്ങി പുറപ്പെടുകയല്ല വേണ്ടത്. നമ്മളതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് പഠിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ തന്നെ കാര്യങ്ങളുണ്ട്, ഇന്ന ഫീഡ്ബാക്സൊക്കെ ഉണ്ടെന്ന് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരുന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. ഈ സക്സസ്സായ ആൾക്കാരൊക്കെ അവർക്കൊരു തളർച്ച, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഡൗൺ ആയി കഴിഞ്ഞാൽ അവർക്കൊരു ബാക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. എന്നാണ് മോള് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്. അപ്പം അവർക്കൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കും. ഞാൻ എവിടെയെങ്കിലും ഒരു ബിസിനസ്സിനൂടെ വേറൊരെണ്ണം കൂടി അവരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ലോസ് വരികയാണെങ്കിൽ ഞാനൊരു മാർഗം കണ്ടുവച്ചിട്ടുണ്ടാകും വേറെ. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ഇതൊക്കെ എൻ്റെ പലതും കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള എക്സ്പീരിയൻസൊന്നും. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു സെൻസ് നമ്മൾക്കൊരു മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് തോന്നലുണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ ചില യുക്തിയും വെച്ചിട്ടും പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓരോരുത്തർക്കും വേറെ വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മെമ്മറി തീർന്നു പോയത്. അപ്പോൾ എനിക്ക് ബൈ പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഈ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെടുത്ത് വരാം. അപ്പം അതുവരയ്ക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.